അമേരിക്കയുടെ മുൻപിൽ മുട്ടുമടക്കാത്ത ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് കളിപ്പിക്കാൻ നോക്കിയ ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് കനത്ത പ്രഹരം. ട്രംപും മോദിയും തമ്മിലുള്ള ആ സൗഹൃദത്തിനപ്പുറം രാജ്യത്തിന്റെ താല്പര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രധാനമന്ത്രി മോദി തയ്യാറായിരുന്നില്ല എന്നതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് തന്നെ ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നു. എന്താണ് ആ വെള്ളിയാഴ്ച നടന്നത് നോക്കാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അത് അമേരിക്കയുടെ നിബന്ധനകൾക്കനുസരിച്ചായിരിക്കണം എന്ന വാശിയിലായിരുന്നു ട്രംപ് ഭരണകൂടം. ഇതിനായി ഇന്ത്യക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. ഉയർന്ന താരിഫുകൾ കാട്ടി ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കി. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ആ ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയി. US വാണിജ്യ സെക്രട്ടറി ലുഡ്നിക് പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു കരാറിൽ ഒപ്പിടാൻ ഇന്ത്യക്ക് കൃത്യമായ സമയം നൽകിയിരുന്നു. ട്രംപിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ, മോദി വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ആ കരാർ നടക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മോദി വിളിച്ചില്ല. ട്രംപിന്റെ ഫോൺ കോളിനായി കാത്തിരിക്കാനോ അദ്ദേഹത്തിന്റെ ആജ്ഞകൾക്ക് വഴങ്ങാനോ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യയുടെ മൗനം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ വട്ടം കറക്കി. ഇന്ത്യ പ്രതികരിക്കാതിരുന്നതോടെ അവസരം നഷ്ടപ്പെടുമെന്ന് കരുതിയ അമേരിക്ക തിരക്കിട്ട് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി കരാറുകളിൽ ഒപ്പിട്ടു. ഇവിടെയാണ് ട്രംപിന്റെ തന്ത്രം പിഴച്ചത്. ഇന്ത്യ കരാറിൽ ഒപ്പിടാൻ വൈകിയപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഉയർന്ന നികുതി നിരക്കുകളാണ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചത്. ഏകദേശം 50% തീരുവയാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് അമേരിക്ക ചുമത്തിയത്. ഇതിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി കരാറിൽ ഒപ്പിടിക്കാം എന്നായിരുന്നു ട്രംപ് മോഹിച്ചത്. വിയറ്റ്നാമിനെയും ഫിലിപ്പീൻസിനെയും പോലെ ഇന്ത്യയും വഴങ്ങുമെന്ന് അവർ കരുതി. എന്നാൽ മോദി സർക്കാർ കാണിച്ച നയതന്ത്ര മികവ് ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. ലുഡ്നിക്കിന്റെ വെളിപ്പെടുത്തലുകളിൽ മറ്റൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. നേരത്തെ കരാറിൽ ഒപ്പിട്ട വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ഗുണമൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. അവർ ഇപ്പോഴും ഉയർന്ന നികുതി നിരക്കുകൾ നേരിടുന്നുണ്ട്. അതായത് അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് വേഗത്തിൽ കരാറിൽ ചാടി വീണവർക്ക് പണി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ കാത്തിരുന്നു. തന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഒരു കരാറിനും താനില്ല എന്ന മോദിയുടെ ആ ഉറച്ച നിലപാടാണ് ഇന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കൊണ്ട് പോലും ഇത്തരത്തിൽ സംസാരിപ്പിക്കുന്നത്. സ്റ്റേഷൻ വിട്ട ട്രെയിനിന് നിങ്ങൾ തയ്യാറാണോ? സ്റ്റേഷൻ വിട്ട ട്രെയിൻ കയറാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പരിഹാസത്തോടെ ലുഡ്നിക് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാണം കെട്ടത് ആ ട്രെയിൻ ഓടിക്കാൻ ശ്രമിച്ച ട്രംപ് ഭരണകൂടം തന്നെയാണ്. കാരണം കുറെ നേരം ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ട്രെയിൻ ആ സ്റ്റേഷനിൽ നിർത്തിയിട്ടിട്ടും ആരും കയറാത്തത് കൊണ്ടാണ് അതിന് സ്റ്റേഷൻ വിട്ട് പോകേണ്ടി വന്നത്. ചുരുക്കത്തിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ തലയെടുപ്പ് വർദ്ധിക്കുന്ന കാഴ്ചയാണത്. അമേരിക്കയുടെ ഏത് സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഇന്ന് ഇന്ത്യക്കുണ്ട്. സൗഹൃദം ഒരിടത്ത്, രാജ്യത്തിന്റെ വ്യാപാര താല്പര്യങ്ങൾ മറ്റൊരിടത്ത്. ഇത് രണ്ടും കൃത്യമായി വേർതിരിച്ചറിയുന്ന നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന് മുന്നിൽ ട്രംപിന്റെ ബിസിനസ് ബുദ്ധി പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഭീഷണിപ്പെടുത്തി കരാറിൽ ഒപ്പുവെപ്പിക്കാം എന്നത് പഴയ ഇന്ത്യയോട് നടക്കുമായിരിക്കും. പക്ഷേ ഇത് പുതിയ ഇന്ത്യയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.